ദൈവത്തിനു മഹത്വം. വിശിഷ്ട ഫലങ്ങളായി തീർന്നവർ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിനു കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. യാക്കോബ് 5:7-8 വരെയുള്ള വാക്യങ്ങൾ. കൃഷിക്കാരൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഫലം ലഭിക്കേണ്ടതിനല്ല, പിന്നെയോ വിലയേറിയ ഫലം കിട്ടേണ്ടതിനാണ്. കൊരിന്ത്യ ലേഖനത്തിൽ നാം ദൈവത്തിന്റെ കൃഷിയാണെന്നും ശുശ്രൂഷകർ നടുന്നവരും നനയ്ക്കുന്നവരുമാണെന്നും വായിക്കുന്നു. നമ്മുടെ ദൈവം തോട്ടക്കാരനും യേശു മുന്തിരിവള്ളിയും നാം ഓരോരുത്തരും ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളുമാണ് എന്ന് യേശുവും പറയുന്നു. ഫലം കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടിക്കളയുമെന്നും അവയെ പുറത്തുകളഞ്ഞിട്ട് അവ ഉണങ്ങിപ്പോകുമെന്നതിനാൽ ചേർത്ത് തീയിലിട്ടിട്ട് അത് വെന്തുപോകുമെന്നും യേശു പറയുന്നു. തേജസ്സിന്റെ സിംഹാസനം മുൻപിൽ കൊണ്ടുവരപ്പെട്ടവരിൽ ഇടത്തുള്ള കോലാടുകളെപ്പോലെ കാണപ്പെടുന്നവർ യേശുവിന്റെ ആടുകളായിരുന്നെങ്കിലും യേശു ആഗ്രഹിച്ച അനുഭവത്തിലല്ല, അഥവാ ഫലമില്ലാത്തവരായി അവർ കാണപ്പെട്ടതിനാൽ ന്യായാവിധി ദിവസത്തിൽ നരകമാകുന്ന നിത്യാഗ്നിയിലേക്ക് അവർ തള്ളപ്പെടുന്നു. ആകയാൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരപ്പെട്ട ദൈവമക്കളായ നാം എല്ലാവരും തീർച്ചയായും ഫലമുള്ളവരായേ മതിയാകൂ. യേശു നമ്മെ തിരഞ്ഞെടുത്ത് തന്നിൽ അഥവാ തന്റെ ശരീരമാകുന്ന സഭയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് നാം ഫലം കായ്ക്കുന്നവരും നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിനുമായിട്ടാണ്. ഇനിയും ഏറ്റവും ഫലവത്തായ ഒരു കുഞ്ഞിന്മേൽ നമ്മുടെ പ്രിയതമനായ യേശുവിനുള്ള മുന്തിരിത്തോട്ടമാകുന്ന സഭയിൽ നാം ആയിരിക്കുമ്പോൾ കാട്ടുമുന്തിരിങ്ങയാണ് നാം കായ്ക്കുന്നതെങ്കിലും ദൈവം നമ്മെ നശിപ്പിച്ചു കളയുമെന്നും. ആകയാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായി നാം ഫലമുള്ളവരായിരിക്കണമെന്ന് പറയുമ്പോൾ നല്ല ഫലമുള്ളവരായിരിക്കണം, അഥവാ വിലയേറിയ ഫലമുള്ളവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിനുള്ളവരാകത്തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ച് വീണ്ടെടുത്തത് നമ്മെ തന്റെ സന്നിധിയിൽ വിലയേറിയവരായി കണ്ടുകൊണ്ടാണ്. ആകയാൽ തന്നെ നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഫലവും വിലയേറിയതായിരിക്കും. ഇതേക്കുറിച്ച് നാം കൂടുതലായി പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കാന്തിക്ക് നിഴലായ ശൂലേംകാരത്തി പറയുന്നത് താൻ തന്റെ പ്രിയനുവേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് പഴയതും പുതിയതുമായ സകല പഴങ്ങളെയുമാണ്. മാത്രമല്ല അവയെല്ലാം സകലവും വിശിഷ്ട ഫലങ്ങളുമാണ്. ആകയാൽ നാം വിശിഷ്ട ഫലങ്ങളുള്ളവരാകുവാൻ, വിലയേറിയ ഫലങ്ങളായി മാറുവാൻ മുൻമഴയും പിൻമഴയും നമുക്ക് ആവശ്യം. ദൈവത്തിന്റെ വചനവും ദൈവിക ഉപദേശങ്ങളുമാകുന്ന മഴയാലാണ് നാം വളർച്ച പ്രാപിക്കുന്നത്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായ ശുശ്രൂഷകരാൽ നാം നനയ്ക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളും പ്രബോധനങ്ങളുമൊക്കെ നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുന്നു. നാം വിശിഷ്ടമായ വിലയേറിയ ഫലങ്ങളാകുന്നു. സകലവിധ വിശിഷ്ട ഫലങ്ങൾ എന്ന ഉത്തമഗീതത്തിൽ നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വിലയേറിയ ഫലമായി തീരത്തക്കവണ്ണം പഴയതും പുതിയതുമായി നാം പ്രാപിക്കേണ്ട എല്ലാ ഫലങ്ങളും പ്രാപിക്കുന്നവരാകണം. മറ്റൊരു നിലയിൽ നാം 100 മേനി ഫലം കൊടുക്കുന്നവരാകണം. മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷങ്ങളിൽ നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വചനമാകുന്ന വിത്ത് 30, 60, 100 മേനികളായി വിളയുന്നതായി നാം വായിക്കുന്നു. വിളവിന്റെ ഈ 3 നിലകൾ മാനുഷികമായി നമ്മെ ഉണർത്തി നാം 100 മേനി എന്ന അനുഭവത്തിലേക്ക് നടത്തപ്പെട്ടത്തക്കവണ്ണം നമുക്ക് പ്രോത്സാഹനം നൽകുന്നതാണ്. എന്നാൽ ആത്മീകമായി നാം ചിന്തിക്കുമ്പോൾ മത്തായി മർക്കോസ് സുവിശേഷങ്ങളെ കടന്ന് ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ, അഥവാ തിരുവെഴുത്തുകളുടെ ആഴങ്ങളിലേക്ക് നാം നടത്തപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 30 മേനിയും 60 മേനിയും ഇല്ലാതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത് മുളച്ച് 100 മേനി ഫലം കൊടുത്തു എന്നാണ് വായിക്കുന്നത്. നാം പ്രാപിക്കുന്ന ദൈവിക അറിവുകൾക്കും അനുഭവങ്ങൾക്കും ഏറ്റവണ്ണം ദൈവിക വളർച്ച പ്രാപിക്കുമ്പോൾ ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. 100 മേനി എന്ന വിളവിന്റെ പൂർണ്ണത പ്രാപിക്കുവാനിടയാകും. ഈ അനുഭവത്തിലേക്ക് നാം വരേണ്ടതിന് നമുക്കുണ്ടാകേണ്ട ജീവിത അനുഭവത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുക എന്നതാണ്. വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് കൃഷിക്കാരൻ ദീർഘക്ഷമയോടെ ഇരിക്കുന്നതുപോലെ നമ്മോടും ദീർഘക്ഷമയോടെ ഇരിക്കാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം സ്ഥിരമാക്കാനും പറയുന്നു.
ചുരുക്കത്തിൽ നാം വിലയേറിയ ഫലമുള്ളവരാകുവാൻ അഥവാ സകല വിശിഷ്ട ഫലങ്ങളും നിറഞ്ഞ 100 മേനി വിളവുള്ളവരാകുവാൻ യേശുവും പറയുന്നത് ക്ഷമയോടെ ഇരുന്ന് ഗുണമുള്ള നല്ല ഹൃദയമുള്ളവരാകുവിൻ എന്നാണ്. നമ്മുടെ ഹൃദയത്തിനുള്ള പ്രാധാന്യം ഈ സന്ദർഭത്തിൽ നാം വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടായ നമ്മുടെ ജീവിതാരംഭത്തെ ശ്രദ്ധിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുവാനും വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കുവാനും ഇടയാകും തക്കവണ്ണം ദൈവം ചില കാര്യങ്ങളെ ചെയ്തു തരുന്നു. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായുള്ള ഹൃദയത്തെ ദൈവം നമുക്ക് തന്നിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മിലാക്കി വെക്കുന്നു. ഇത് പഴയ നിയമകാല ഭക്തന്മാരുടെ അനുഭവമല്ല, പുതിയ നിയമസഭയായ നമ്മുടെ അനുഭവമാണ്. സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യസ്ഥനെ എന്നേക്കും നമ്മോടുകൂടെ ഇരിപ്പാനായി ദൈവം നമുക്ക് തരുന്നു. നാം ദൈവത്തിന്റെ മന്ദിരമാകത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിനെ നമ്മിൽ നമ്മുടെ ശരീരത്തിൽ വസിക്കുമാറാക്കുന്നത് പഴയ നിയമകാലത്തല്ല, ഈ കാലത്താണ് അനുഭവമാകുന്നത്. സത്യത്തിന്റെ ആത്മാവ് സകലവും നമുക്ക് ഉപദേശിച്ചു തരികയും സകല സത്യത്തിലും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നതിനാൽ അന്ന് പ്രവചിക്കപ്പെട്ടതുപോലെ നാം ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുന്നവരും വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കുന്നവരുമാകുന്നു. യഥാർത്ഥത്തിൽ നാം 100 മേനി ഫലം കൊടുക്കത്തക്കവണ്ണം ഗുണമുള്ള നല്ല ഹൃദയമുള്ളവരാകുവാൻ ദൈവം തന്നെയാണ് നമ്മെ സഹായിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയം മറിഞ്ഞു പോകാതെ വണ്ണം നാം തന്നെ അതിനെ സ്ഥിരമാക്കേണ്ടിയിരിക്കുന്നു. ഇല്ലായെങ്കിൽ ശാലോമോന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമുക്കും സംഭവിക്കും. ദൈവം ശാലോമോന് ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയവും കടൽക്കരയിലെ മണലുപോലെ ഹൃദയവിശാലതയും കൊടുത്തു. എന്നാൽ ശാലോമോന്റെ ജീവിതത്തിൽ തന്റെ ഹൃദയം വശീകരിക്കപ്പെട്ടിട്ട് ദൈവമായ യഹോവയിൽ നിന്ന് ഉള്ള അവന്റെ ഹൃദയത്തിന്റെ ഏകാഗ്രത നഷ്ടമായി പോകുന്നു. അത് നിമിത്തം ശാലോമോൻ യഹോവയെ വിട്ട് തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്തു. നാമും നമ്മുടെ ഹൃദയത്തെ സ്ഥിരമാക്കിയില്ല എങ്കിൽ ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കാതെയും ദൈവിക വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കാതെയും ദൈവത്തെ വിട്ട് പിന്മാറുന്നവരാകും. മനുഷ്യഹൃദയത്തിന്റെ അവസ്ഥയെ ദൈവം തന്നെ നോക്കി കണ്ടു പറയുന്നത് മനുഷ്യന്റെ മനോനിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നുവെന്നാണ്. അവന്റെ ദുഷ്ടത വലിയതാകത്തക്കവണ്ണം മനോനിരൂപണങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും ദൈവം കാണുന്നു. ആ ദോഷകരമായ അവസ്ഥ മാറ്റുവാനാണ് ദൈവം കല്ലായുള്ള ഹൃദയത്തെ മാറ്റി മാംസമായുള്ള ഹൃദയം നമ്മുടെ ആത്മീക ജീവിത ആരംഭത്തിൽ മാനസാന്തര സ്നാനത്തിലൂടെ നമുക്ക് നൽകുന്നത്. തുടർന്ന് അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞതായ ഒരു വ്യക്തി തന്നെ ദൈവമെന്ന് ഓർത്തു മഹത്വപ്പെടുത്താതെയും നന്ദി കാണിക്കാതെയും ഇരുന്നിട്ട് തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുമ്പോൾ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോകുന്നു. ഇന്ന് അനേകരും ദൈവസന്നിധിയിൽ നന്ദിയില്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ സർവാന്തരംഗവുമായി നല്ല മനസ്സോടെ തന്നെ ദൈവത്തെ വാഴ്ത്തേണ്ടവരാണ് നാം എല്ലാവരും. മാത്രമല്ല, നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരുമാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന അനുഭവമായ തിന്നുന്നതും കുടിക്കുന്നതും പോലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യേണ്ടവരാണ്. എന്നാൽ ഇന്ന് പലരും സ്വയപ്രശംസയ്ക്കായി പല കാര്യങ്ങളും സ്വയമായി പ്രസ്താവിച്ചുകൊണ്ട് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവരാകുന്നതിനാൽ സത്യമില്ലാത്തവരും നീതികേടുള്ളവരുമാകുന്നു. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയം ഇരുണ്ടു പോകുക മാത്രമല്ല, അവർ അന്ധബുദ്ധികളായി ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടിട്ട് അജ്ഞാനത്താൽ ഹൃദയം കഠിനപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവർ ദൈവിക ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചവരായി അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുന്നവരായി മാറുന്നു. ചുരുക്കത്തിൽ പഴയ കല്ലായുള്ള ഹൃദയത്തിന്റെ അവസ്ഥയിലേക്ക് മാറി പിന്മാറ്റക്കാരാകുന്നു. ആകയാൽ നാം തന്നെ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചു നോക്കണം. ദുഷ്ടഹൃദയമുള്ളവരായിരിക്കെ നല്ലത് സംസാരിക്കാൻ കഴിയുകയില്ലായകയാൽ നമ്മെ തന്നെ അറിയുവാൻ നമുക്കിടയാകും. കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നാണ് വായ് സംസാരിക്കുന്നത് എന്ന് യേശു പറയുന്നു. പ്രവൃത്തികളിലൂടെയും നമുക്ക് ഹൃദയത്തെ അറിയാം. ഹൃദയം ദോഷമുള്ളതാണെങ്കിൽ പ്രവൃത്തികളും ദോഷമുള്ളത് തന്നെയായി വെളിപ്പെടും. മറ്റൊരു നിലയിൽ നമ്മുടെ ഹൃദയം ഗുണമുള്ള നല്ല ഹൃദയമാണെങ്കിൽ നാം നല്ലത് മാത്രം സംസാരിക്കുന്നവരും നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവരുമായിരിക്കും. ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവും ഉള്ളതാകിയാൽ നാം അതിനെ ആരാഞ്ഞറിയുവാൻ ഉത്സാഹിക്കണം. മാത്രമല്ല, നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ യഹോവയായ ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയും. വ്യസനത്തിനുള്ള മാർഗമുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നാം നടക്കത്തക്കവണ്ണം നമ്മെ സഹായിക്കും. നമ്മെ താഴ്ത്തി പരീക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനിടയാകും. തുടർന്നും നാം നമ്മെ താഴ്ത്തി പ്രാർത്ഥിക്കുമെങ്കിൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചിട്ട് സാക്ഷ്യമായി തന്റെ ആത്മാവിനെ നമുക്ക് തരും. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നതിനാൽ നാം ഗുണമുള്ള നല്ല ഹൃദയമുള്ളവരായിട്ട് ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുന്നവരും വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കുന്നവരുമാകും.
വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരായി 100 മേനി വിളവുള്ളവരായി തീരും. അങ്ങനെ സകലവിധ വിശിഷ്ട ഫലങ്ങളുമുള്ളവരായി നാം മാറിയിട്ട് വിലയേറിയ ഫലമായി ദൈവസന്നിധിയിൽ നമുക്ക് കാണപ്പെടുവാൻ ഇടയാകും. ദൈവമായ കർത്താവ് നമ്മെ അതിനായി സഹായിച്ചൊരുക്കുമാറാകട്ടെ.